ന്യൂസിലൻഡ് സീരീസിൽ ഇന്ത്യയുടെ ബോളിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര ദുരന്തമായിരുന്നു. കുൽദീപ് യാദവിന്റെ ഒരു ശോകം സീരീസ് എന്ന് പറയാം. പക്ഷെ മാച്ച് വിന്നർ ആണ്, തിരിച്ചു വരും. ഒന്നോ രണ്ടോ സീരീസ് ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ കൂടെയുള്ളവർ വേണം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ടീമിനെ കളി ജയിപ്പിക്കാൻ. അതെങ്ങനെയാ? അപ്പുറത്ത് ജഡേജ വെടിയും പുകയും തീർന്നിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. 3 മത്സരങ്ങളിൽ വിക്കറ്റ് ഇല്ല, സ്ട്രൈക്ക് റേറ്റോടെ ബാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഉണ്ടായിരുന്ന ഒരു സുന്ദർ ഫസ്റ്റ് കളി കഴിഞ്ഞ് ഇഞ്ചുറി ആയിട്ട് പോയിട്ട് റീപ്ലേസ്മെന്റ് എടുത്തിരിക്കുന്ന ആയുഷ് ബഡോണിനെ ആയതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഓഡിയോയിൽ പോലും ജഡേജനെ ഒന്ന് മാറ്റി ചിന്തിക്കണം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം സംസാരിച്ചിട്ടും കാര്യമില്ല. എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്തുകൊണ്ടാണ് അർഷ്ദീപിനെ ഇന്ത്യ ബാക്ക് ചെയ്യാത്തതെന്നുള്ളതാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ബുംറ ഇല്ലെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ അർഷ്ദീപിന്റെ പേരായിരിക്കണം T20-യിലായാലും ODI-യിലായാലും ആദ്യം പേസേഴ്സിൽ വരേണ്ടത്. പക്ഷെ അദ്ദേഹം 2 മത്സരം പുറത്തിരുന്ന് 3ാമത്തെ മത്സരം മാത്രമാണ് ഈ സീരീസിൽ കളിച്ചത്. അതുകൊണ്ട് എനിക്ക് ഗംഭീറിനോട് ചോദിക്കാനുള്ളത്, എന്താണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പാജിനോട് ഇത്ര ദേഷ്യം? ഇത് കോഹ്ലിയുടെ കൂടെ റീൽസ് ചെയ്തുകൊണ്ട് മാത്രമാണോ? കാരണം ക്രിക്കറ്റിംഗ് കാരണങ്ങൾ നോക്കിയിട്ട് എനിക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല.